നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താൻ ഇവിടെ നിൽക്കാണോ? താഴെ അച്ഛനും അനുവേട്ടനൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന അവരുടെ ഒന്നും മുഖത്ത് നോക്കാൻ എനിക്ക് ധൈര്യമില്ല, പ്രത്യേകിച്ച് ആതിരയുടെ. അവളുടെ ജീവിതം ഇല്ലാതാവും ഞാൻ മുൻകൈയെടുത്തല്ലോ എന്ന് ആലോചിക്കുമ്പോ എന്റെ നെഞ്ച് പൊടിഞ്ഞു പോവാ. ഇതൊക്കെ ഇത്രയും വഷളായതും ഇനി അങ്ങോട്ട് നടക്കുന്നതിനുമൊക്കെ ഞാനും താനുമൊക്കെ ഒരു കാരണമാണെന്ന് ഓർക്കുമ്പോ താൻ പറഞ്ഞ വിഷമം എനിക്കും ഉണ്ടല്ലോ. സന്ദീപിനെ ആദരയ്ക്ക് കൊടുക്കാന്ന് ഞാനും താനും വാക്ക് കൊടുത്തിരുന്നതാ. നമ്മൾ വാക്ക് പാലിച്ചിട്ടും സ്നേഹിച്ചവൻ വഴിമാറി ചിന്തിച്ചില്ലേ? തന്റെ മനസ്സിലുള്ള അതേ ചോദ്യം എന്റെ മനസ്സിലുണ്ട്. ആതിരയോട് നമ്മൾ എന്തു പറയുന്നു? ഇനിയിപ്പം നമ്മള് ചേച്ചി, എന്നോട് എന്ത് പറയുമെന്ന് ആലോചിച്ച് നിങ്ങൾക്കൊരാശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല. കാരണം സന്ദീപിന്റെ ഒരു കാര്യവും ഞാൻ നിങ്ങളോട് ചോദിക്കില്ല. എനിക്കറിയാം സച്ചേട്ടനും ചേച്ചിയും ഈ കാര്യത്തിൽ നിരപരാധികളാ. മോളെ, നീ ഇത്രയും വിഷമിക്കാൻ ഞങ്ങളും കൂടി ഇല്ല ചേച്ചി. ഞാൻ ഇത്രയും വിഷമിക്കാൻ കാരണം ഞാൻ തന്നെയാ. നിങ്ങളെ ഇതിലേക്ക് വലിച്ചിട്ടത് ഞാൻ തന്നെയാ. ആതിര, ഞാൻ സന്ദീപിനോട് ഒന്നുകൂടെ സംസാരിക്കാം. അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കാം. എന്തിനാ സച്ചേട്ടാ? സച്ചേട്ടൻ പറഞ്ഞാലേ അവനെല്ലാം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അവനെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് വേണം അവനറിയാൻ. ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചു, വിവാഹം കഴിച്ചു. അതൊക്കെ മറന്ന് അവൻ പുതിയൊരു ജീവിതം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവനോട് ഇനി എന്തിനാ അവൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നമ്മളായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്? മറക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ മറവിക്ക് വിട്ടുകൊടുക്കണം സച്ചേട്ടാ. ഒരധിക പറ്റായി വീണ്ടും അവന്റെ ജീവിതത്തിലേക്ക് സ്ഥാനം പിടിക്കാൻ ഞാൻ പോകുന്നില്ല. അതിനെനിക്ക് ആഗ്രഹവുമില്ല. അങ്ങനെ പറിച്ചറിയാൻ പറ്റുന്ന ഒരു ബന്ധമല്ലല്ലോ നിങ്ങൾ തമ്മില്. അവനിതൊക്കെ നിസ്സാരമാണെന്ന് തോന്നിയാലും പുറത്തു നിൽക്കുന്ന ഞങ്ങൾക്കറിയാം അതങ്ങനല്ലെന്ന്. ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്റെ അനിയൻ കാരണം തകരരുതെന്ന് നിർബന്ധമുണ്ട് എനിക്ക്. അതെ മോളെ, ഇത് നിന്റെ മാത്രം കാര്യമല്ല. നാളെ ഒരു സമയം ഇതൊക്കെ അനഘ അറിഞ്ഞ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണ് തന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് അവൾ അറിയുമ്പോ അനഘയെന്നല്ല ഏത് പെണ്ണിന് സഹിക്കാനാവോ അത്?
എല്ലാവരുടെയും സമാധാനത്തിന് ഇനി ഒരു വഴിയേ ഉള്ളൂ. ഈ വിവാഹം നടക്കരുത്. സന്ദീപും അനഘയും വിവാഹം കഴിക്കാൻ പാടില്ല. മുൻപൊരു തവണ അത് സംഭവിച്ചു. എന്നാ ഇപ്പോ സന്ദീപും അതിന് തയ്യാറായതുകൊണ്ട് അതത്ര എളുപ്പമല്ല. പിന്നെ ആകെയുള്ളൊരു വഴി. എനിക്കറിയാം ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നെന്ന്. ഈ വിവാഹം മുടക്കാൻ വലിയ എളുപ്പമോ? ഞാനിപ്പോ താഴെ ചെന്നിട്ട് നടന്നെല്ലാം തുറന്നു പറഞ്ഞാൽ മതി. പക്ഷെ നമ്മളതൊക്കെ ചെയ്യുന്നത് എന്നെ വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടിയാന്ന് ഓർക്കുമ്പോഴാ ഞാനതൊക്കെ ചെയ്യാതിരിക്കുന്നത്. ഞാനങ്ങനെ ചെയ്താ ഈ വിവാഹം നടക്കാതിരിക്കണമെന്നില്ല. അവന് പറ്റിയൊരു അബദ്ധമായി അവനെല്ലാം ഒരു മാപ്പിൽ തീർക്കുമ്പോ വിവാഹബന്ധം വേർപിരിയാമെന്ന ധാരണയിലേക്ക് എത്തിച്ച് അതിനൊരു പരിഹാരം കാണും അവന്തി കേട്ടതി അനഘേ. പിന്നീടുള്ള കാലം എല്ലാവരുടെയും മുന്നിൽ എനിക്കുള്ള സ്ഥാനം എന്തായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കുത്തുവാക്കുകളും പരിഹാസവും ജീവിതാവസാനം വരെ കേൾക്കേണ്ടി വരും എനിക്ക്. ഇപ്പോ അനക്ക് എന്നോട് സംസാരിച്ചിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞ അവളുടെ കൺമുന്നിൽ പോലും ചെല്ലരുതെന്ന അവൾ എന്നോട് പറഞ്ഞത്. അത് കേട്ടിട്ട് ഞാൻ മിണ്ടാൻ നിന്നത് എന്റെ തീരുമാനവും അത് തന്നെ ആയതുകൊണ്ടാ. ഇനി ഒരിക്കലും സന്ദീപിന്റെ അനഘയുടെ ഇടയിലേക്ക് ആതിര ചെല്ലില്ല. എന്റെ സ്നേഹം പറഞ്ഞു, എന്റെ സ്നേഹം മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. സന്ദീപിന്റെ മുന്നിൽ ഞാൻ അപേക്ഷിക്കാൻ നിൽക്കില്ല. ഇനി ആരെയും ഞാൻ ഇതുപോലെ സ്നേഹിക്കില്ല. കാരണം എല്ലാം വെറുതെ. ഈശ്വരൻ തന്ന തലവിധി ഒരു പരിഭവം പറയാതെ ഞാൻ സ്വീകരിക്കുക. സ്നേഹത്തിലും മതിമറന്നതിനും എന്റെ അച്ഛനെയും ഏട്ടനെയും അമ്മയും ഒക്കെ ഞാൻ ചതച്ചതിനുള്ള ശിക്ഷയായിട്ട് ഞാനിതിനെ കണ്ടോളാം. മോളെ, എന്റെ സന്ദീപിന്റെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.